അസ്സലാമലൈക്കും. എന്തൊക്കെ എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിവിടെ സുഖമാണ്, അൽഹംദുലില്ലാ. കുഴപ്പമൊന്നുമില്ല, റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. നോമ്പും പണി എടുക്കുന്ന ഓരോ തിരക്കിലാണ്. നോമ്പും പണി എടുക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഭയങ്കര ഈസിയുള്ള കാര്യമാണ്. ഭയങ്കര ബുദ്ധിമുട്ട് നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് നമുക്ക് പെരും ബുദ്ധിമുട്ടായിട്ട് നോമ്പും പണി തോന്നുന്നത്. എന്താ വെച്ചാൽ നോമ്പും പണി എടുക്കുമ്പോൾ ഞാനൊരു കാര്യം ആദ്യം തന്നെ പറഞ്ഞുതരാം. പള്ളം നിറച്ച് തിന്നാനുള്ളത് ഉണ്ടാക്കി കണ്ട് നോമ്പും പണി എടുക്കാൻ നിന്നോളി. അല്ലാന്ന് എന്താ നമ്മൾ കൊയങ്ങി വരുന്ന സമയത്ത് ആരും ഉണ്ടാവില്ല നമുക്ക് ചോറും ചാറും ഉണ്ടാക്കി തരാൻ. അത് നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കേണ്ടി വരും. എന്നാലേ ഉള്ളൂ നമുക്ക് പള്ളിയിൽ പോയിച്ച നേരത്ത് പോയി തിന്നുകാണ്ട് എന്തെങ്കിലും ഒന്ന് എടുത്തുകാണ്ട് പിന്നെ എടുക്കാൻ വയ്ക്കുള്ളൂ. അല്ല, പിന്നെ ഒരു കാര്യമുണ്ട്, ഒക്കെ പാടം എടുത്തുകാണ്ട് തല മറിച്ചാൽ നിൽക്കണ്ട. അങ്ങനെ എടുത്താൽ തന്നെ തലപ്പിരാന്ത് പിടിച്ചും. അതും നമുക്ക് പറ്റിയൊരു കാര്യമല്ല. നമ്മളെല്ലാം സാവധാനം എടുക്കുക. ഇന്ന് തന്നെ തീരണം വിചാരിച്ച് കണ്ടൊന്നും എടുക്കാൻ നിൽക്കണ്ട. എന്തിനാ നമ്മൾ അങ്ങനെ ആരോടുള്ള വശിക്കപ്പം അങ്ങനെയൊക്കെ എടുക്കണേ? നാളെ നല്ലല്ലോ നോമ്പിന് ഇനിയും കുറച്ച് ദിവസമൊക്കെ ഉണ്ട്. നമുക്ക് സമാധാനത്തിലൊക്കെ എടുക്കാനുള്ള സമയമൊക്കെ ഉണ്ട്. നമുക്ക് സമാധാനത്തിൽ എടുക്കാൻ സമയമില്ലായിട്ടല്ല, നമുക്ക് സമാധാനം ഉണ്ടാവില്ല. നമ്മളൊരു സമാധാനത്തോടെ നമ്മളെ മനസ്സിനങ്ങനെ ഉണ്ടാക്കുകയാണ്. നോൻപ് വയ്ക്കണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഇതേക്ക് പോലെ തന്നെയാക്കാരം. പക്ഷെ നമ്മളൊരു സമാധാനക്കേട് നമ്മൾ ഓരോന്ന് പറഞ്ഞിട്ട് മുന്നിൽ നമ്മൾ പറഞ്ഞു വെക്കും. പിന്നെ അതൊരു സമാധാനക്കേടായിട്ട് നമുക്ക് മാറുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചോറും കറിയും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ നോമ്പ് പണി എടുക്കാൻ പള്ളിയിൽ പഴിച്ചാൽ നമുക്ക് പള്ളി പഴിച്ചിട്ട് നേരത്തെ നമുക്ക് ആരില്ലെങ്കിൽ ആരുണ്ടാക്കുക. നമ്മൾ ഒറ്റയ്ക്ക് ഒരു വീട്ടിലൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഗതിയിടല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമ്മൾ ഓരോ റൂം വെച്ചിട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ പണി പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ കഴിയും. നമ്മളത് ഈസിയാക്കുന്ന ഒരു ടിപ്പാണ് ഞാൻ പറയുന്നത്. ഓരോ റൂം അതിന് ഇനിയിപ്പോൾ ചെറിയ റൂമൊക്കെ ആണെങ്കിൽ 2 ദിവസം ആക്കണ്ട, ഓരോ ദിവസം 2 റൂം എടുക്കുക. പിന്നെ നമ്മളൊരു 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാൻ നിൽക്കണ്ട, പിറ്റേ ദിവസം തന്നെ എടുക്കുക. ആ 2 ദിവസം 2 റൂം അങ്ങനെ വെച്ചെടുത്താൽ മതിയല്ല. നമുക്കറിയാം നമ്മളെ പെരയിൽ എത്രത്തോളം സാധനം ഉണ്ട്, കഴുകാനും തുടക്കാനും പൊടിയിട്ടാനൊക്കെ എത്രത്തോളം ഉണ്ട് നമുക്ക് തന്നെ അറിയാം. അതിനനുസരിച്ച് നമ്മൾ ഒരു റോളിൽ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പോയാൽ മതി. എന്നാൽ നമ്മളെ പെരയിലത്തെ പണിയൊക്കെ എളുപ്പം എടുക്കാനും കഴിയും, വേഗം അങ്ങോട്ട് കഴിയും ചെയ്യും. നോൻപും പണിയെന്ന് പറഞ്ഞാണ്ട് തല പുണ്ണാക്കേണ്ട യാതൊരു കാര്യമല്ല. അത് നമ്മളും തല പുണ്ണാക്കുമ്പോഴത്തേനെ ആകണം പുണ്ണാക്കാണ്. പിന്നെ പേരക്കാരോടും കുട്ടികളോടും എല്ലാവരോടും നമുക്ക് ദേഷ്യകരം. അതിൻ്റെ ഒന്നും കാര്യമില്ലല്ലോ. നമ്മൾ സമാധാനത്തിലും സന്തോഷത്തിലും എടുത്താൽ എന്ത് റാഹത്തായിട്ട് കഴിയുമെന്ന് വെച്ചാൽ. പിന്നെ ഒരു കാര്യം, വൈകുന്നേരം വരെ നോൻപും പണിയാണ് പറഞ്ഞാണ്ട് അതിന്മേൽ ചത്തട്ടി മറിയാൻ നിൽക്കണ്ട, ആകും വേണ്ട. ഒരു മണി 1:30 ഇതിൻ്റെ ഉള്ളിൽ കജ്ജാൻ കണ്ട് എടുക്കുക. അത് മാത്രമല്ല എടുത്താൽ മതി. ബാക്കി പിറ്റേന്ന് കൊടുക്കുക. ഏതായാലും റമളാൻ വരില്ലേ, നമ്മൾ ഒരുങ്ങുകയാണല്ലോ. അപ്പോൾ ഒരുങ്ങുമ്പോൾ നമുക്കൊരു കുറച്ച് ദിവസം ഇതിൻ്റെ ഒരു പണി ഉണ്ടായിക്കോട്ടെ. അതിനിപ്പോൾ എന്താ കുഴപ്പം? എല്ലാ ദിവസവും നമുക്ക് ഓരോ പണി എടുക്കണം. അപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനത്തെ ഒരു പണി ആയിക്കോട്ടെ. അപ്പോൾ നമ്മളിങ്ങനെ നീങ്ങി സാവധാനം ഇങ്ങനെ കൊണ്ടുപോയാൽ മതി. പിഞ്ചറേക്കൊക്കെ ഞാൻ തട്ടി. അപ്പോൾ ഇവിടെ സാധനമൊക്കെ ഞാൻ വെച്ചു. ഈ കടലാസും പട്ടി ഇതൊന്നും ഇല്ലാതെ നമുക്ക് കഴിയൂല. കാരണം അതിന് മാത്രമല്ല സ്ഥലം നമ്മളെ റൂമിലില്ല, ആകെ ചെറിയൊരു റൂമുള്ളത്. ഇല്ല റൂമിൽ നമ്മൾ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുക എന്നല്ലാതെ എവിടെയെങ്കിലും വലിയ റൂമും വലിയ ഇതൊന്നും കണ്ട് ഇപ്പോൾ നമ്മളതോട് കൊണ്ടുവയ്ക്കാൻ പറ്റില്ലല്ലോ. ഉണ്ടാകുമ്പോൾ നമുക്ക് വെക്കാം. അപ്പോൾ ഒരു 1-1:30 ആകുമ്പോഴത്തേന് നമ്മൾ കുളിയും ഇതൊക്കെ കജ്ജാൻ അല്ലെങ്കിൽ പണി നമ്മൾ 1:30 നിർത്തുക. അപ്പോൾ 2:30 ആകുമ്പോഴത്തേന് നമ്മൾ കുളി നിസ്കാരം കഴിഞ്ഞിക്കാണ്ട് നമുക്ക് ഒത്തിക്കയറാം. പിന്നെ ചോറും കൂടി തിന്നുകാണ്ട് കുറച്ച് ഖുറാനൊക്കെ ഓതിക്കാണ്ട് നമുക്ക് ഇനി ഖുറാൻ ഓതാൻ വെച്ചെങ്കിൽ കുറച്ച് സലാത്തെങ്കിലും ചെല്ലാം. എന്നിട്ട് ചെല്ലുകാണ്ട് നമ്മളൊന്നാൽ കടന്നുറങ്ങി ഒരു 4 ആകുമ്പോഴത്തേന് നീച്ചോക്കാണെങ്കിൽ എന്ത് നല്ല റാഹത്തും സന്തോഷം ഉണ്ടാവും. പിന്നെ നമ്മളെടുത്ത പണിയൊക്കെ ഒന്നിങ്ങനെ പോയി നോക്കുമ്പോൾ നമ്മളൊക്കെ ഒരു റൂമൊക്കെ എടുത്തുകാണ്ട് നമ്മളവിടെയൊക്കെ ഒഴിച്ചു മാറാലൊക്കെ തട്ടി നമ്മളിങ്ങനെ മേപ്പെട്ട് നോക്കുമ്പോൾ ഒരു സുഖകാരം. ഒന്നാമത് നമ്മളെടുത്ത പണി, പിന്നെ നമ്മൾ കൊയങ്ങിക്കാണ്ട് എടുത്ത് സമാധാനത്തിലൊക്കെ ഒന്ന് കടന്നുറങ്ങിയെന്ന് വെച്ചാൽ വേറൊരു സുഖകാരം. അപ്പം പിന്നെ നമ്മൾ തിരുമ്പിയതൊന്നും ഒക്കെ എടുത്തുകൊണ്ടുവന്ന് മടക്കി വെച്ച് അടുപ്പും ചുട്ടിയിലൊക്കെ ആക്കി വെച്ച് ആ റൂമാണ് സെറ്റായി. പിറ്റേന്ന് നമുക്ക് തോന്നും ഇപ്പം ഈ റൂമൊക്കെ ഒന്ന് ശരിയായി, നാളെ നമുക്ക് മറ്റേ റൂമും കൂടി എടുക്കണം എന്നുള്ളൊരു ചിന്ത വരും. അപ്പം നല്ലൊരു സുഖീകരം. ഇത് നമുക്ക് ചോറും കൂട്ടാനും നമ്മൾ മര്യാദക്ക് ഉണ്ടാക്കൂല, പേരും കൂടിയും തട്ടലും മര്യാദക്ക് കജ്ജൂല. അതും എല്ലായിടത്തും അവിടെയും ഇവിടെയും വാരിയും വലിച്ചോട്ട് ആകണം നിരത്തി വെച്ച് അതൊന്നേറ്റേ കജ്ജൂല. പള്ളിയിൽ പഴിച്ചുള്ള നേരത്തെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാവില്ല. പിന്നെ നിസ്കാരമാണെങ്കിൽ കലാഹാവും ചെയ്തു. ഈ ഒരു പണി നമ്മൾ ആദ്യം തന്നെ എടുക്കാൻ നിൽക്കണ്ട. നിസ്കാരം കലാഹാകാതെ ചോറും കൂട്ടാനും ചാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നല്ല രീതിക്ക് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ റമദാനിലെ എല്ലാ റമദാൻ പണിയും നമ്മളത് കഴിട്ടോ. അതിന് നമ്മൾ ആരും ഒരു വിഷമം കരുതണ്ട, ആളില്ലാന്ന് കരുതി സങ്കടപ്പെടും വേണ്ട. ഓരോ ദിവസം നമുക്ക് കഴിയുന്നത് നമ്മളായിട്ട് എടുത്ത് തീർത്താൽ ഒരു 2 മണിയാകുമ്പോഴത്തേനും എല്ലാ പണിയും കഴിഞ്ഞ് നമുക്ക് ഒത്തുകയറി കുത്തിരുന്ന് റാഹത്തിലായിട്ട് ഖുറാൻ ഓതി നിസ്കരിച്ച് കടന്നുറങ്ങി നീച്ചും ചീച്ച.